എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രേവതി വേണുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേണു രേവതിയോട് പറഞ്ഞു, എന്നാലും ആ കിളവന്റെ എന്തൊരു സൂക്കേടാന്ന് നോക്കിയേ, അത്ര സ്വർണം കൊണ്ട് ആ നയനയ്ക്ക് കൊടുത്തിരിക്കുന്നു, അതിന് മാത്രം എന്താ ഉള്ളതെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു, അതിന് അയാളെ കയ്യിലെടുത്തിരിക്കുമല്ലേ ആ രേവതി, അതുകൊണ്ടായിരിക്കും കൊണ്ടേ കൊടുത്തതെന്ന് പറയണം. അത് മാത്രമല്ല മിക്കവാറും കണ്ടോ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കിളവന്റെ ഒരു നമ്പർ ആയിരിക്കും എന്ന് പറയാം. ആ കിളവൻ മരിച്ചാൽ മാത്രം ഇനി നമ്മുടെ മോൾക്ക് അവിടെ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എന്തേലും നമ്മുടെ മോൾക്ക് കിട്ടണേ പോലും ആ കിളവൻ മരിക്കണമെന്ന് പറയാം. അത് ശരിയാ. ഞാൻ അന്നേ അവളോട് പറഞ്ഞ കുറച്ച് ബ്ലഡെങ്കിലും ആ ദേവേനിക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ ഇതേ ഇപ്പോഴതിന്റെ പേരും പറഞ്ഞ് നമുക്ക് കണക്ക് പറയായിരുന്നു. അന്ന് അവൾക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അവള് മാറുന്നു. ഇപ്പൊ കണ്ടില്ലേ, വേറെ ഏതോ ഒരു പെണ്ണ്. എന്നാലും വേറെ ആ കരള് കൊടുത്തെന്ന് പറഞ്ഞ പെണ്ണിന് എന്തേലും കൊണ്ടേ കൊടുത്താൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാത്തവൾക്കല്ലേ ലക്ഷങ്ങളും വിലമതിപ്പുള്ള സാധനം കൊണ്ടേ കൊടുത്തിരിക്കുന്നേ. അനാമി മോളോട് എരിപൊരി കയറ്റാൻ ദേവേനയുടെ മനസ്സിലേക്ക് എരിപൊരി കയറ്റിവിടാൻ പറഞ്ഞത് നന്നായി. അനാമി മോള് ചെന്ന് അതൊക്കെ ചെയ്തോളും, നമ്മുടെ മോളല്ലേ ആള്. എന്നാലും എന്റെ വേണുവേട്ടാ, എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു വീട്ടുകാരല്ലേ അവര്, അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ? നമ്മുടെ മോളും അവിടുത്തെ മരുമോളല്ലേ, പിന്നെ ഒരു മരുമോളെ മാത്രം സ്നേഹിക്കുന്നേ. ദേവേനി അവളുണ്ടല്ലോ, ആ നയന എന്ന് പറയുന്നവള്, അവൾ എല്ലാരെയും കയ്യിലെടുത്തിരിക്കുക. അവളുടെ മെയിൻ ആയതെന്ന് പറഞ്ഞ സ്നേഹമാ. സ്നേഹത്തോടെ അവൾ എല്ലാരെയും കയ്യിലെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയണം. പിന്നീട് ദേവേന്റെ അടുത്ത് അനാമികയും ജാനയും കൂടി ഇരിക്കുക. അപ്പൊ ഇരിക്കണ സമയത്ത് ദേവേനോട് ജാനകി പറഞ്ഞു, ദേ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല, എന്നാലും നേരത്തെക്കാളും വേദനയും വിഷമങ്ങളും ഒക്കെ കുറഞ്ഞെന്ന് പറയണം. അല്ല മോളുടെ മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല, അനിയായിട്ട് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തേലും ഉണ്ടോ? ഇല്ല വല്യമ്മ, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ പോന്നു. സ്നേഹവും ഇല്ല, വഴക്കുമില്ല, ഒന്നുമില്ല. അങ്ങനെ അവിടെ ഇവിടെ തട്ടി അങ്ങോട്ട് പോകുന്നു പറയാം. സാരമില്ല, വല്യമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ, അതിനുശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാന്ന് പറയണം. പെട്ടെന്ന് ജാനകി പറഞ്ഞു, ഇപ്പോഴതൊന്നും അല്ല മോളുടെ പ്രശ്നം. അച്ഛനും അമ്മയും ഒരു പരിപാടി കാണിച്ചെന്ന് പറയണേ. എന്ത് പരിപാടി? കുറെ സ്വർണം ഉണ്ടല്ലോ, അമ്മയുടെ പഴയ സ്വർണം. അമ്മയ്ക്ക് ഓരോ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേ ആ സ്വർണം എല്ലാം കൂടെ അച്ഛനും അമ്മയും കൂടെ കൊണ്ട് നയനയ്ക്ക് കൊടുത്തിരിക്കുക. ആ സ്വർണം കൊണ്ടേ കൊടുത്തുന്നോ? എനിക്കതിനകത്ത് കുറച്ച് മാലകളിലൊക്കെ നോട്ടം ഉണ്ടായിരുന്നു പറയാം. എന്ത് ചെയ്യാനാ, പഴയ ഫാഷനിലുള്ള നല്ല സ്വർണ്ണമായിരുന്നു, അതെല്ലാം കൂടെ കൊണ്ട് അവക്ക് കൊടുത്തെന്ന് പറയാം. എനിക്ക് മിക്കവാറും അതാ നന്ദു എന്ന് പറയുന്ന അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ആ നയനയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട്. അതെന്തിനാ? അല്ല അവളുടെ വലിയ കല്യാണം മറ്റോ ആയിട്ട് ഇനി കൊണ്ട കൊടുത്തോന്ന് പറയാൻ പറ്റില്ലോ. അല്ലെങ്കിൽ മിക്കവാറും അവളെ എത്രയും പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അച്ഛന്റെ അമ്മയുടെ ഒരു തന്ത്രമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, എനിക്ക് സ്വർണത്തിനോടൊന്നും ആക്രാന്തം ഉണ്ടായിട്ടല്ല. എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര ലക്ഷം രൂപയുടെ സ്വർണം വെള്ളം കിട്ടുമെന്ന് പറയാം. സ്വർണം പോയിട്ട് ഒരു വെള്ളി മേടിച്ചു കൊടുക്കാനുള്ള ആസ്തി പോലും ഇല്ലെന്നുള്ള കാര്യം ഈ കേൾക്കുന്ന ദേവേനിക്ക് അറിയത്തില്ല. ദേവേനയുടെ വിചാരം അങ്ങോട്ട് കോടികളുടെ അവിടെ കുമിഞ്ഞുകൂടി കിടക്കുവാന്നാ. അനാമികയുടെ വീട്ടില് ജാനകി പറഞ്ഞു, അത് മോള് പറഞ്ഞ ശരിയാ, എന്നാലും ഇങ്ങനത്തെ പരിപാടി കാണിക്കണ്ടായിരുന്നു. ഇതിപ്പോ അവിടെ എന്നെ ഇൻസൾട്ട് ചെയ്തതിന് തുല്യമായില്ലേ? ഞാൻ അവിടെ നിൽക്കണ സമയത്തല്ലേ ഈ സ്വർണം മൊത്തം അവൾക്ക് കൊണ്ടേ കൊടുക്കണമെന്ന് ചോദിക്കാം. ദേവേന് പറഞ്ഞു, അച്ഛനും അമ്മയും മോളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഞാൻ വെട്ടിക്കോളാം. ഞാൻ വന്നു കഴിയുമ്പോൾ എന്റെ കുറെ സ്വർണ്ണമുണ്ട്, ഞാനത് മോൾക്ക് തരാന്ന് പറയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല വല്യമ്മേ, പിന്നെ എന്റെ സങ്കടം കൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയെന്നുള്ളൂ. ജാനകി പറഞ്ഞു, കണ്ടില്ലേ, അനാമിക മോളെ പോലെ ഒരു പെൺകുട്ടിയെ വേണം നമ്മുടെ തറവാട്ടിലേക്ക് മരുമോളായിട്ട് കൊണ്ടുവരേണ്ടിയിരുന്നേ, അല്ലാതെ ആ നയനെ പോലുള്ള ഒരുത്തിനെ ആയിരുന്നില്ലെന്ന് പറയണം. നവ്യം കണക്ക് തന്നെയാ, എല്ലാം ഒരച്ഛന്റെ അമ്മയുടെ സന്തതികൾ തന്നെയാണല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു, ഇനിയിപ്പം നമ്മളൊന്നും ചെയ്തുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. മുത്തശ്ശനും മുത്തശ്ശി അധികം വൈകാതെ തന്നെ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പറയാം. ദേവേനി പറഞ്ഞു, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, എന്ത് ചെയ്യണമെന്ന് ഈ ദേവേനിക്കറിയാം. ദേവയാനയുടെ അവളുടെ കളി, അവളുടെ ഒരു കളി നടക്കാനായിട്ട് പോകുന്നില്ല. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞോളാം. അല്ല എല്ലാവരും കൂടെ എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുന്നതെന്ന് എനിക്കറിയത്തില്ലാതെ. അതിന് മാത്രം എന്തായിരിക്കുന്നേ? ആ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി ആ കരല് പകത്തലിക്കുക ആ പെൺകുട്ടിക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ അതും കൊണ്ട് കാര്യം ഉണ്ടായിരുന്നു പറയാം. പെട്ടെന്ന് അനാമി പറഞ്ഞു, ഇത് തന്നെയാ വല്യമ്മ ഞാനും പറഞ്ഞേ. എന്റെ അച്ഛനും അമ്മ ഇതൊക്കെ തന്നെയാ പറഞ്ഞേ. എന്റെ അച്ഛനും പറഞ്ഞ എന്താണെന്നറിയാമോ? ആ കരള് പകത്ത് നൽകിയ പെൺകുട്ടിയുടെ അഡ്രസ്സോ വീരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാന്നാ പറഞ്ഞേ. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് കുറെ സ്വർണം കൊണ്ട് കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു. ദേവേര പറഞ്ഞു, ശരിയാ, അതായിരുന്നു വേണ്ടിയിരുന്നേ. പക്ഷെ ഇവിടെ ചെയ്ത എന്താ? ഞാൻ നോക്കിയിട്ടാ ആ കരള് പകത്ത് നൽകിയ പെൺകുട്ടി അഭിമാനിയായ കുടുംബക്കാരവരുടെ. ഒന്ന് ഓർത്ത് വയ്ക്കേ. അല്ലെങ്കിൽ അവര് പൈസയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും കണക്ക് പറഞ്ഞ് മേടിക്കേണ്ടതല്ലേ. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ. പക്ഷെ ഈ നയനെ പോലുള്ള ഒരുത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ
കരള് പകുത്ത് നൽകാൻ പോയിട്ട് ഇച്ചിരി ബ്ലഡ് പോലും തന്നില്ല. എന്നിട്ടാണ് അവളുടെ വീട്ടുകാരെ ഈ സ്വർണ്ണമെല്ലാം മേടിച്ച് കൂട്ടുവെച്ചിരിക്കുന്നത് എന്ന് പറയാം. ജാനകി പറഞ്ഞു, ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ജാനകി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറയാ. അതോടുകൂടി എല്ലാവരുടെ അഹങ്കാരത്തിന് ഒരു തീരുമാനം ആക്കാന്ന് പറയാം. പിന്നീട് നവ്യ താഴേക്ക് ഹാളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അഭി അങ്ങോട്ടേക്ക് ചെല്ലുന്നേ, ഓ നീ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടിയിരുന്നോ? നിന്നോട് കൊണ്ട് ഒരുങ്ങിക്കെട്ടിയിരിക്കാനല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ എന്റെ നവ്യെന്ന് ചോദിക്കാം. നിന്റെ അനീതി ഉണ്ടല്ലോ നയന, അവളാണെങ്കിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന സ്വർണ്ണം മേടിച്ചു വെച്ചിരിക്കുന്നു പറയാണ്. നീ എന്തൊക്കെയാ അഭി പറയണെന്ന് ചോദിക്കാം. ഒന്നും മനസ്സിലായില്ലേ അല്ലേ? അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അതെ ഒരു ചെല്ലന്തായ കുറെ സ്വർണ്ണമായിട്ടാ നയനെ കാണാനായിട്ട് പോയത്. അത് മൊത്തം നിന്റെ നയനയ്ക്ക് കൊണ്ടേ കൊടുത്തു. അതിന് മാത്രം എന്താ ഇരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പം അവള് പിണങ്ങി പോയതുകൊണ്ട് അവളെ തിരികെ വിളിക്കാനായിട്ട് മുത്തശ്ശനും തന്ത്രമായിരിക്കും. ഈ പ്ലാവില ആടിനെ വിളിക്കെന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, നീ കുറച്ചേരൊന്ന് പിണങ്ങിപ്പോയി വീട്ടിൽ നിന്ന് നോക്ക്. സ്വർണം പോയിട്ട് വെള്ളിയെങ്കിലും കിട്ടുമോന്ന് അറിയാലോ എന്ന് ചോദിക്കുക. നവ്യ പറഞ്ഞു, ഇപ്പൊ സ്വർണം കിട്ടിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? എനിക്ക് അതിനോട് ഇപ്പോൾ താല്പര്യമില്ല. മുമ്പായിരുന്ന കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് വേണ്ട എന്റെ ഭർത്താവിന്റെ സ്നേഹമാ. അതുപോലും തരാൻ നീ കൂട്ടാക്കുന്നില്ല. എന്നിട്ടാണ് അവന്റെ സ്വർണത്തിന്റെ വിളിയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. പിന്നെ സ്നേഹിക്കാൻ പറ്റിയൊരു മുതല്. നിന്നെ അങ്ങോട്ട് സ്നേഹിച്ചാലും മതി. നിന്നെ ആർക്കാടി സ്നേഹിക്കാൻ തോന്നി വയ്ക്കാം. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ കല്യാണത്തിന് മുമ്പ് ചക്കരെ പൊന്നെ പാലേന്നും പറഞ്ഞോണ്ടായിരുന്നല്ലോ കൂടെ നടന്നേ. എന്നിട്ടിപ്പം നിനക്ക് എന്നെ കണ്ണെടുത്ത കാണത്തില്ലല്ലേടാന്ന് ചോദിക്കണം. അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ എന്നും പറഞ്ഞോണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കണമല്ലേ? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും എന്റേതാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ സ്നേഹിക്കാനായിട്ട് പോകുന്നു നിന്നെ. ഇത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, എനിക്കറിയാടാ നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒറ്റ ദിവസം മാത്രം നീ എന്നെ സ്നേഹിച്ച എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നീ സ്നേഹം അഭിനയിക്കുന്നത്. എന്നിട്ടോ ആ പാല് കുടിച്ചിട്ട് വല്യമ്മ ആസ്ത്രീ ആകുകയും ചെയ്തു. എനിക്ക് നല്ല സംശയമുണ്ട് നീയും നിന്റെ അമ്മ എല്ലാരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു തന്ത്രം ഒരുക്കിയതാണോന്ന്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അത് പുറത്തു വരും. അങ്ങനെ പുറത്തു വന്ന അഭി നീ പിന്നെ ഈ വീട്ടിൽ കാണില്ലെന്ന് പറയണ. പിന്നെ നീ തീരുമാനിക്കുന്ന പോലല്ലേ കാര്യങ്ങൾ. നീ പറയുന്ന പോലെ എല്ലാം കൂടെ നടക്കുമായിരുന്നെങ്കിലോ എന്തിനു കൊള്ളാൻ നിന്നെ ഒരുങ്ങി കെട്ടി ഇരിക്കാനല്ലാതെ. അവള് വന്നിരിക്കുന്ന രാവിലെ മനുഷ്യനായിട്ട് ഉടക്കുണ്ടാക്കാനായിട്ട്. കണി കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കഞ്ഞി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ നവ്യ ഇങ്ങനെ ആലോചിച്ചു, എന്തിനായിരിക്കും പോലും മുത്തശ്ശി കുറെ സ്വർണം കൊണ്ട് നയനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പോയി അന്വേഷിച്ചിട്ട് തന്നെ കാര്യം എന്ന് കരുതി നവ്യ നേരെ നയനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നവ്യ ചെന്ന് കഴിയുമ്പോ ഗോവിന്ദൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആഹാ മോളോ, ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്ന് വന്നേ? ചുമ്മാ വരേണ്ടി വന്നു, അതുകൊണ്ട് ഞാൻ വന്നാ. അല്ല ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നയനിക്ക് കുറെ സ്വർണം കൊണ്ടുവന്ന് കൊടുത്തെന്ന് കേട്ടല്ലോ. എന്ത് പറ്റിയച്ചാ? എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടൊന്നും അല്ല. അവർക്ക് എന്തോ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഓഹോ, സന്തോഷത്തിന് വേണ്ടി നയനയ്ക്ക് ഇത്രമാത്രം കൊണ്ടേ കൊടുക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യമില്ല അച്ഛാന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാനിപ്പം എന്താ കാര്യം? അച്ഛൻ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് തോന്നേ. അല്ല അങ്ങനെയൊന്നും ഇല്ല മോളെ എന്ന് പറയണ. വെറുതെ കള്ളത്തരം പറയണ്ട. അതിന് അവൾക്ക് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണോ മുത്തശ്ശി അങ്ങനെയൊക്കെ ചെയ്തേ? സത്യം പറച്ച, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അത് മോളൊരു കാര്യം ചെയ്യാം, മോൾ അകത്തേക്കല്ല. അപ്പൊ മോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവെന്ന് പറയാ. എന്നാലും ഇനിയിപ്പോ എന്താ, നയനയ്ക്ക് വല്ല വയ്യായികയാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നയന ഒരു കാരണവശാലും ഇവിടെ വന്ന് നിൽക്കത്തില്ല. മലയ്ക്ക് ആദർശേട്ടൻ പോയിട്ട് വന്നിട്ട് വരുന്നോളെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാൽ ഞാൻ ഓർത്ത് അവൾ അങ്ങനെ മാറി നിൽക്കുന്ന ആളല്ല. പക്ഷെ എന്താ അവൾക്ക് പറ്റിയെന്ന് എനിക്ക് പല സംശയങ്ങളും എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറച്ചാന്ന് പറയണ. മോളെ ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ട് അകത്തേക്ക് എല്ലാം പറയണ. അങ്ങനെ നവ്യ നേരെ നയനെ കണ്ണിട്ട് അകത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ നയനെ ഇങ്ങനെ കണ്ണുറന്ന് ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് കിടക്കുക. അപ്പോഴാണ് നവ്യ അങ്ങോട്ട് ചെല്ലുന്നത്. പെട്ടെന്ന് ചോദിച്ചാൽ എന്താ മോളെ നിനക്കിത് എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ? നിനക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോന്ന് ചോദിക്കാം. നല്ല ക്ഷീണമുണ്ട് ചേച്ചി, കുറച്ച് വയ്യായികയും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാം. എന്നിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ പോലും ആരും ഒന്നും പറഞ്ഞില്ല. നിനക്ക് എന്താ നയനെ, നിനക്കിത് എന്ത് പറ്റിയതാന്ന് ചോദിക്കും. പിന്നീട് നയന പറഞ്ഞു ഞാനൊന്ന് എഴുന്നേക്കട്ടെന്ന് പറഞ്ഞ് പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും നവയെ പിടിക്കുവാണ്. ഇത്രയ്ക്ക് അവശതയാ മാത്രം എന്താ സംഭവിച്ചേ? ആരും എന്നോടൊന്നും പറഞ്ഞു പോലുമില്ല. മുത്തശ്ശിയും കുറെ സ്വർണ്ണമായിട്ട് നിന്നെ കാണാമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയതാ. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന്. കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ വന്നപ്പോ ദേ നീ ഇങ്ങനെ ആദ്യം ഇതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നേ. നിനക്ക് എന്തേലും വയ്യായികയാണോ? വല്ല അസുഖങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് മുത്തശ്ശിയും കാണാൻ വന്നേ. വല്ലാത്തൊരു ആകാംക്ഷയും ടെൻഷനും വെപ്രാളും ഒക്കെ ആയിരുന്നു നവിക്ക്. പെട്ടെന്ന് നയന പറഞ്ഞു, അത് പിന്നെ ചേച്ചി ചെറിയൊരു സർജറി നടത്തിയെന്ന് പറയണം. സർജറിയോ? അത് നിനക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ നീ എന്തിനാ ഇപ്പൊ സർജറി ചെയ്തേന്ന് ചോദിക്കുക.
അത് പിന്നെ ചേച്ചി ഞാൻ സത്യം പറ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നിന്റെ അമ്മായിമ്മ ആസ്ത്രി കയറിയതിന് ശേഷമാണ് നിനക്ക് ഈ വയ്യായിക വന്നേ. ഇനിയിപ്പോ അവർക്ക് കരള് ഭാഗത്ത് കൊടുത്ത് നീയെങ്ങാനും ആണോ നയനെ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവിയുടെ നയന പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ചേച്ചി. എപ്പോഴാണെങ്കിലും നമ്മൾ വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളാ. ചേച്ചി ആലോചിച്ച് പറഞ്ഞു, അല്ല സത്യമായിട്ടുള്ള കാര്യങ്ങളാ. വെല്ലുമ്മയ്ക്ക്, അതായത് എന്റെ അമ്മായിമ്മയ്ക്ക് കരള് പകത്ത് കൊടുത്തത് ഞാനാന്ന് നയന പറയണ. ഇത് കേട്ടപ്പോ നവ്യയിലൊരു ഞെട്ടലുണ്ടായത്. നയന, നീ എന്തൊക്കെയാ പറയണേ? നിനക്ക് അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും. അത് പിന്നെ ആ സമയത്ത് ഞാൻ നോക്കിയിട്ട് വേറൊരു പോംവഴി ഇല്ലായിരുന്നു. എന്റെ അമ്മേനെ രക്ഷിക്കാണ്ട് ഇത് മാത്രം ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാ. എന്നാലും നിനക്ക് ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നയനെ? നീ എന്ത് ഭാവിച്ചു അതൊക്കെ ചെയ്തേന്ന് ചോദിക്കുക. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചില്ല ചേച്ചി. അല്ല, ഇതിപ്പോ അവർക്ക് അറിയാവുന്ന ചോദിക്കും. അവർക്കെന്നല്ല, പലർക്കും അതറിയത്തില്ല. ഈ കുടുംബത്തിൽ എല്ലാവർക്കും അറിയത്തുള്ളൂ. അവിടെ ആദർശേന്റെ അച്ഛനും മാത്രം അറിയത്തുള്ളൂ എന്ന് പറയാ. എന്നാലും ഇത് പറയണ്ടല്ലായിരുന്നോ? ആ അനാമികയുടെ അമ്മയുടെ എന്റെ അമ്മായിമ്മയുടെ ഒക്കെ കർണത്തടിയിക്കുന്ന പോലെയല്ല ഇങ്ങനത്തെ ഒരു കാര്യം പറയേ. അത് പറയേണ്ട കാര്യമല്ലായിരുന്നു ചോദിക്കും. വേണ്ട ചേച്ചി, തൽക്കാലത്തേക്കൊന്നും പറയാൻ പോണ്ട. ഒരുപക്ഷെ ഞാൻ കരള് പത്ത് നൽകിയെന്ന് അറിഞ്ഞാൽ എന്റെ അമ്മായിമ്മ പോലും അത് സ്വീകരിക്കാൻ തയ്യാറാവില്ലായിരുന്നു. എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാ. എന്താ മോളെ നീ ചെയ്തേ? നിനക്ക് അവിടെ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? ആദർശന് മനസ്സിൽ ഇടം നേടാൻ വേണ്ടിയിട്ടാണോ ചെയ്തേന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും അല്ല, ഒരിക്കലും അങ്ങനെയൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല ഞാനിത് ചെയ്തേന്ന് പറയാം. എന്റെ ഭർത്താവിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഓർക്കുമ്പോൾ ചിരിയാ വരുന്നേ. എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുറെ സ്വർണ്ണമൊക്കെ ആയിട്ട് ദേ മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. അപ്പോഴേ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായതാ. കാരണം ഒരു കാരണമില്ലാതെ മുത്തശ്ശനും മുത്തശ്ശി അങ്ങനെയൊന്നും വന്ന് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ കരുതി എന്താ നിന്നെ അങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ട് വരാനായിരിക്കുമെന്ന്. പക്ഷെ ഇങ്ങനെയൊന്നും എന്റെ മനസ്സിലേക്ക് വന്നില്ല കേട്ടോ. അല്ല, ആദർശനെ കുറിച്ച് ഓർക്കുമ്പോഴാ. ആദർശനും പാവ, നിന്നെ നല്ല പൊന്നുപോലെ ഇനി നോക്കിക്കോളും. അല്ല, ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ എന്റെ അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കേ. ഞാൻ ഗർഭിണിയാന്ന് അറിഞ്ഞിട്ട് പോലും ഇതുവരെയായിട്ട് എന്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ലെന്ന് പറയാം. ഇപ്പോഴും അതുപോലെ തന്നെയാണോ? നവ്യേച്ചി മാറ്റമൊന്നും ഇല്ലേന്ന് ചോദിക്കും. അബിക്ക് ഒരു മാറ്റം ഇല്ലെന്ന് പറയാം. അതുപോലെ തന്നെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള പരിഗണന പോലും എനിക്ക് തരുന്നില്ല. അന്ന് ആ പാലിനകത്ത് വിഷം കലർത്തിയത് അവനോ അവന്റെ അമ്മയോ അല്ലെങ്കിൽ ഈ പറയുന്ന അനാമിയാണോ നല്ല സംശയമുണ്ട്. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോവാണെങ്കിൽ അവൻ അത്ര സന്തോഷമായില്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ പെട്ടെന്ന് തന്നെ അടിച്ചു പുറത്താക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടോണ്ടാണ് കനിക അങ്ങോട്ട് വരുന്നത്. എന്താ നവ്യമോളെ നീ പറഞ്ഞേ? നിന്നോടൊപ്പം അഭിമാനം ഇഷ്ടമില്ലേ? അപ്പൊ അന്ന് സ്നേഹം പ്രകടിപ്പിച്ചോ? അന്ന് ഒറ്റ ദിവസത്തിനുള്ള സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ അമ്മേ. എന്നിട്ട് മോൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് പറയാനമ്മേ? അമ്മയൊക്കെ സന്തോഷമായിട്ട് ഇരിക്കട്ടെന്ന് കരുതിയ ഇതിനെ കുറിച്ചൊന്നും പറയായിരുന്നേ. ദൈവമേ, അച്ഛൻ ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അച്ഛൻ അറിയാമേ, അച്ഛനൊന്ന് വയന്ന് കയറിയ ദിവസം അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അബി എന്നോട് പറയുന്നല്ല അച്ഛൻ കേട്ടതാ. അച്ഛനെല്ലാം അറിയാമെന്ന് പറയാം. എന്നിട്ട് ഗോവിന്ദേട്ടൻ പോലും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് പറയാം. ഇത് കുറച്ച് കടന്ന കൈ ആയി പോയിട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല മോളെന്ന് പറയണ. സാരമില്ലമ്മേ, പോട്ടെ, എന്റെ വിധി, അങ്ങനെ ഞാൻ കരുതിക്കോളാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലാന്ന് പറയാ. പക്ഷെ ഞാനായിട്ട് തെരഞ്ഞെടുത്ത ജീവിതമല്ലേ, അത് ഞാനായിട്ട് തന്നെ അത് ജീവിച്ച് തീർക്കുന്നല്ലേ നല്ലതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും കനകയുടെ രണ്ട് കണ്ണ് നിറഞ്ഞു വന്നു. ഇത്രയും ദിവസം ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കനകയ്ക്ക്. അബിയും അവളും നവിയും കൂടെ ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടെയുള്ള ജീവിക്കുന്നുള്ള ആ പ്രതീക്ഷകളൊക്കെ ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു പോയി. പിന്നീട് ആദർശ് നേരെ ദേവേന്റെ മുറിയിലേക്ക് കയറി വരികയാണ്. അപ്പൊ ദേവേനെ ചോദിച്ചു, അല്ലടാ, ഇതിന് മാത്രം എല്ലാരും കൂടെ അവളെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കണമെന്ന് നിൽക്കും. ആരുടെ കാര്യം അമ്മ പറയണേ? ആ നയനയുടെ കാര്യം. അവൾക്ക് ഇതിന് മാത്രം എന്തായിരിക്കുന്നേ? ദേ, അച്ഛനും അമ്മയും കുറെ സ്വർണ്ണമൊക്കെ അവൾ കൊണ്ടേ കൊടുത്തെന്ന് കേട്ടല്ലോ. എന്തിനു വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തേ? എനിക്ക് കരള് ഭാഗത്ത് നിന്ന് ആ പെൺകുട്ടിക്ക് അത് കൊണ്ടേ കൊടുക്കുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെങ്കിൽ അവൾക്ക് ഇത് കൊണ്ടേ കൊടുത്തതിന്റെ കാര്യം മാത്രം എനിക്ക് അറിയത്തില്ലായിരുന്നു പറയാം. ഇത് കേട്ടതും ആദർശൊന്നും മിണ്ടിയില്ല. മിക്കവാറും ഇതാ നന്ദൂന് കൊണ്ടേ കൊടുത്തായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അമ്മേ, വേണ്ടാത്തൊന്നും പറയില്ലെന്ന് പറയണ. പിന്നെ എന്തിനാടാ കൊണ്ടേ കൊടുത്തേന്ന് ചോദിക്കാം. അവൾക്ക് അതിനുള്ള എന്ത് യോഗ്യതയുള്ളേ? അവനുള്ള അർഹത അവൾ കൊണ്ടുവന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അർഹതയുണ്ടെങ്കിൽ അത് നയനയ്ക്കും കുടുംബത്തിനാന്ന് പറയാണ്. അവൾക്ക് കിട്ടേണ്ട തന്നെ അവൾക്ക് കിട്ടിയെന്ന് പറയാം. ഓ, ഇനിയിപ്പൊ അവളെ തിരികെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ടായിരിക്കും അല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഇനി അവൾ പിണങ്ങിപ്പോയാൽ വരുവല്ലെന്ന് കരുതി ചെയ്തായിരിക്കും അമ്മേനും കൂട്ടിക്കൊണ്ട്. ആ സ്വർണത്തിൽ എനിക്ക് നല്ല നോട്ടം ഉണ്ടായിരുന്നു. കുറെ പഴയ സ്വർണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് നല്ല പണിയായിരുന്നു അറിയോ? എന്നിട്ട് ആ ഒരു വാക്ക് പോലും പറയാതെ എന്റെ അമ്മായിമ്മ അത് നിന്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തേന്ന് പറയാം. എന്നാലും ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടെന്ന് പറയണം. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ആ സ്വർണം കൊടുത്തു നോർത്ത് ഇപ്പൊ എന്താ കുഴപ്പമിരിക്കണേ? അമ്മ എപ്പോഴും സ്വർണത്തിനും സ്വത്തിനും പണത്തിനും ഒക്കെ അല്ലേ മൂല്യം കൽപ്പിക്കുന്നേ, അല്ലാതെ വേറെ പല കാര്യങ്ങളും ഉണ്ടമ്മയെന്ന് പറയണേ. വേറെ എന്ത് കാര്യങ്ങളുണ്ടെന്ന്?
വേറെ ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കരള് പാത്ത് നൽകിയ പെൺകുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കാണിച്ചു കണ്ടില്ല എന്തൊക്കെയാന്ന്. ആ ചിലപ്പോൾ മിക്കവാറും കൊണ്ടേ കൊടുത്തത് ഇനിയിപ്പൊ അങ്ങനെ സ്വർണം കൊണ്ടേ കൊടുത്തിട്ട് അവളുടെ വീട്ടിൽ അവളുടെ അച്ഛന്റെ അമ്മയുടെ കടം തീരട്ടെ എന്ന് ഓർത്തായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയാം. ദേ അമ്മേ, അനാവശ്യം പറയരുത് കേട്ടോ. ഉം. അങ്ങനെ കടം വീട്ടാനൊന്നും അല്ല കൊടുത്തത്, അവർക്ക് ആ കുടുംബത്തിന് അവകാശപ്പെട്ട തന്നെ കൊടുത്തേ, അല്ലാതെ വെറുതെ കൊണ്ടേ കൊടുക്കുകയൊന്നും അല്ല ചെയ്തേന്ന് പറയാണ്. ഇത് കേട്ടിനിപ്പം ദേവേനിക്കൊന്നും മനസ്സിലായില്ല. ദേവേനോർത്ത് ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ. അല്ല, നീ പറഞ്ഞല്ലോ അവർക്ക് വേണ്ടിയിട്ട് അവരെന്തോ വലിയ കാര്യം ചെയ്തിട്ടാ കൊണ്ടേ കൊടുത്തേന്ന്. അവരെന്താ കാര്യം ചെയ്തതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി ആദർശ ദേവേനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.